ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് MZ-ൻ്റെ ഒരു സൗണ്ട് ബാർ ആട്ടോ. അപ്പോൾ നല്ല ലോങ് ആയിട്ടുള്ള സൗണ്ട് ബാറാണ്. M437SP എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ കേട്ടോ. നല്ല ലൗഡാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു മോഡൽ നല്ലൊരു നമുക്ക് ടി വിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് വാളിൽ ഹുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. കൂടാതെ നമുക്ക് കൊയാക്സിൽ ഇൻപുട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊയാക്സിൽ ഇൻപുട്ട് ഇപ്പോൾ വരുന്ന ടി വികളിലൊന്നും അങ്ങനെ വളരെ കുറവാണ്. എന്നാൽ ആദ്യം വന്നിരുന്ന ഒരു ടി വികളിലൊക്കെ നമുക്ക് കൊയാക്സിൽ ഇൻപുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നല്ലൊരു പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്, നല്ല ഫിനിഷ്ഡ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നത് കാണാം. സ്വിച്ചും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ പ്ലേ ബട്ടണും പ്രിവ്യൂ നെക്സ്റ്റ് സ്വിച്ചൊക്കെയാണ് ഫ്രണ്ടിലുള്ളത്. ബാക്ക് സൈഡിൽ വന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് കൊയാക്സിൽ ഇൻപുട്ട് ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. കൂടാതെ നമുക്ക് SD കാർഡ്, മെമ്മറി കാർഡൊക്കെ പെൻ ഡ്രൈവ് ഇടാൻ പറ്റിയ സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓക്സ് ഇൻപുട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽ. നമുക്ക് ബാക്കി വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. The Bluetooth device is connected successfully. Battle mode activated. അപ്പോൾ എങ്ങനെയുണ്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ലോങ് ആണ്. പക്ഷേ ഞാനിതിൽ സൗണ്ട് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് നമുക്ക് സബ് വൂഫർ കാര്യങ്ങൾ, അതായത് വൂഫറായിട്ടുള്ളത് ഒരെണ്ണമാണ് വരുന്നത്. രണ്ട് സൈഡിലായിട്ട് ഓരോന്നേ വന്നിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഇത്ര റൈറ്റ് വരുന്നുണ്ട്, പക്ഷേ ഇതിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് വൂഫർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വർക്കിംഗ് ആണ് ഇത് നമുക്കിതിൽ കിട്ടുന്നുള്ളൂ കേട്ടോ. കൂടാതെ നമുക്ക് ബ്ലാഡർ ടൈപ്പ് ആയിട്ടുള്ള ഓവൽ ടൈപ്പ് ഇതുകൂടി പേപ്പറോട് വരുന്നതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ബേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സൗണ്ട് കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ടെങ്കിലും 10 വാട്ട്സിലാണ് നമുക്ക് ഇതിൻ്റെ ആംപ്ലിഫയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ 10 വാട്ട്സിൽ തന്നെ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ചെറിയൊരു മോഡലുണ്ട്, 16 വാട്ട്സ് വരുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് 3 വാട്ട്സിൻ്റെ 2 സ്പീക്കർ എക്സ്ട്രാ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ 2 ടൈപ്പ് ഊഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു സൗണ്ട് വരുന്നത് നമുക്ക് കേട്ടിട്ട് 2 സ്പീക്കർ മാത്രമായിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ 10 വാട്ട്സേ വരുന്നുള്ളൂ. അപ്പോൾ 16 വാട്ട്സിൻ്റെ ആംപ്ലിഫയറും കാര്യങ്ങളും ഞാനിവിടെ ഫോട്ടോയിൽ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതും കുഴപ്പമില്ലാത്തൊരു മോഡലാണ്, പക്ഷേ കുറച്ചുകൂടി ലോങ് ആണ്. അത് അത്ര ലോങ് വരുന്നില്ല കേട്ടോ. അപ്പോൾ ടി വിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വരുന്നതായിരിക്കണം ഈ ഒരു മോഡലൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതൊക്കെയാണ് കേട്ടോ. നമുക്ക് ഓഫ്ലൈനിലും മേടിക്കാവുന്നതാണ്, നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.